ഹലോ, കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. നിങ്ങൾക്കൊരു അടിപൊളി ഹോം ബേക്കർ ആവാൻ ഈ ഒരു വീഡിയോയിലത്തെ ഓരോ പ്രൊഡക്ട്സും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ കുറച്ച് ഐറ്റംസൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പോവാം. അതായത് നമ്മളുടെ കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്രഷുകളും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റീഫിൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു കേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഷോപ്പിലേക്ക് പോകാം കേട്ടോ. പട്ടാമ്പി മൻസൂറിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. കേക്കിൻ്റെ A to Z വരെയുള്ള എല്ലാ ഐറ്റംസും അതേപോലെ തന്നെ ഹാമ്പേഴ്സിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. ആദ്യം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഇതാ ഈ ഒരു പ്രീമിക്സ് ആണ് കേട്ടോ. അതായത് പിൽസ്ബെറിയുടെ 5 kg പ്രീമിക്സ് ആണിത്. ഇത് 5 kg അല്ലാണ്ട് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് 5 kg ഏകദേശം ഒരു 3 weeks ഒക്കെ പോവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യലാണ്. അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചേക്കുന്നത് 3 weeks വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ. ഇത് വന്നിട്ട് ചോക്ലേറ്റ് ആണ്. വാൻ ഹൗണ്ടൻ്റെ ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യം ഒരുവിധം വീഡിയോസിലൊക്കെ പറയാറുണ്ട് വാൻ ഹൗണ്ടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. മെല്ലോയും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വാൻ ഹൗണ്ടൻ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ കൂടുതലും വാൻ ഹൗണ്ടനാണ് എടുക്കാറ്. അഥവാ വാൻ ഹൗണ്ടൻ ഇല്ലെങ്കിൽ മാത്രം ഞാൻ മെല്ലോ യൂസ് ചെയ്യും. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെല്ലോ ആണ് യൂസ് ചെയ്തിരുന്നത്. മെല്ലോ അത്യാവശ്യം നല്ല കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് വാൻ ഹൗണ്ടൻ ഒന്നും കൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. ഒന്നും കൂടി കേക്കിൻ്റെ നമ്മൾ ഗനാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി റിച്ച് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ വന്നിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡ് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ബട്ടർ ആണെങ്കിലും ചീസ് ആണെങ്കിലും ഒക്കെ നൈസാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് കേക്ക് ജെല്ലാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഇതുപോലെ പ്രീമിക്സ് മേടിക്കുന്നവരാണെങ്കിൽ കേക്ക് ജെല്ലും അതിൻ്റെ കൂടെ മേടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിക്സിൻ്റെ കൂടെ ജെല്ല് യൂസ് ചെയ്താലാണ് നമുക്ക് കേക്ക് നല്ല കറക്റ്റ് ആവുള്ളൂ. പ്രീമിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. എനിക്കതിൻ്റെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. പിന്നെ നമ്മളിതാ ഇതുപോലത്തെ കുറച്ച് ടോപ്പേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു 25 ടോപ്പേഴ്സോളം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബ്രൈഡ് ട്യൂബിയുടെയും ഹാപ്പി ബർത്ത്ഡേയുടെയും അതുപോലെ അങ്ങനെ ആനിവേഴ്സറിയുടെ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ ചെറിയ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ, അതായത് ഇങ്ങനെ എൻ്റെ കണ്ണിലടക്കിയ ചെറിയ ചെറിയ ഐറ്റംസ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സാധനമാണെങ്കിൽ ഞാൻ ഇനിയും മേടിക്കും കേട്ടോ. എങ്ങനെയുണ്ട് നോക്കണം. ഇത് മെഴുകുതിരിയാണ്. കാണുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് അല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് മേടിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വാനില എസൻസ് ബുഷിൻ്റെ ആണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ബുഷിൻ്റെ വാനില എസൻസ് അടിപൊളിയാണ്. ഇതുപോലെയുള്ള ഇതാണ് കേട്ടോ ഞാൻ മേടിക്കാറ്. അതായത് ഇങ്ങനെ 4 ബോക്സ് ആയിട്ടുള്ളതാണ്, 4 എണ്ണമായിട്ട് വരുന്ന ഒരു ബോക്സാണ് മേടിക്കാറ്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ബോക്സിൽ ഒരെണ്ണ വരുന്നത്. നിങ്ങൾക്ക് ഇത് 1 piece ആയിട്ട് അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പോൾ ബുഷിൻ്റെ വാനില എസൻസ് യൂസ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട് കേക്കിലെന്നുണ്ടെങ്കിൽ ഈ ഒരു വാനില എസൻസ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട 2-3 സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് അടക്കാൻ